അള്ളാഹു റസൂലും കൽപ്പിച്ചതിനെതിരെ സ്വന്തം ബാപ്പ പറഞ്ഞാൽ പോലും, സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത നമ്മളെയാണോ സഹോദരങ്ങളെ ഇവിടെ കുറച്ച് ആൾക്കാർ ശിവൻകുട്ടിയും അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് മതം പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ കൃത്യമാണ്, ഇവിടെ അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ അതിനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുൻഗണന. അത് മാറ്റാൻ ഇവിടെ ആരൊക്കെ എങ്ങനെ ശ്രമിച്ചാലും അത് സാധ്യമല്ല. അതിനുവേണ്ടി മരിക്കാനും അതിനുവേണ്ടി ജയിലിൽ പോകാനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ പട്ടിണിക്കിട്ടാൽ അതെനിക്ക് വ്രതമാണ് എന്നാണ്, അല്ലെ? നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ അതെനിക്ക് ഏകാന്തവാസമാണ്, നിങ്ങൾ എന്നെ കൊന്നാൽ അതെനിക്ക് രക്തസാക്ഷിത്വമാണ്. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ആരാധനകൾ, എൻ്റെ ബലി, എൻ്റെ ജീവിതം, എൻ്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹു സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് എന്ന് 5 നേരം പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഹറാമ് നിർബന്ധിച്ച് ചെയ്യിക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്ന് സത്യത്തിൽ പ്രഖ്യാപിക്കേണ്ടവനാണ് ഒരു സത്യവിശ്വാസി. അതാണ് ഇസ്ലാമിന്റെ നില.